കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഒരു അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നു. നിപ്പ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയാകുന്നു. രാവിലെ 10 മണിക്കാണ് യോഗമെന്നാണ് അറിയുന്നത്. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. ദീപക്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ യോഗം ഉന്നതതലത്തിൽ നടക്കുന്ന യോഗമാണെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. SKN ഒന്ന്, ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നു. മറ്റൊന്ന്, സംസ്ഥാനത്ത് നിപ്പ പലയിടങ്ങളിൽ പ്രകടമാകുന്നു എന്ന വിവരം ലഭിക്കുന്നു. പാലക്കാട് നിപ്പ സ്ഥിരീകരിച്ചു. മറ്റൊന്ന്, കോഴിക്കോട് നഗരത്തിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് നിപ്പ ബാധിച്ച ഒരാൾ മരിച്ചു. മരിച്ച ആളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് ഡോക്ടർമാർ ഉൾപ്പെടെ ക്വാറന്റൈനിലേക്ക് പോകേണ്ട സാഹചര്യം. അപ്പോൾ ഇങ്ങനെ രണ്ട് സാഹചര്യമുണ്ട്. ഒന്ന്, കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന ഒരാൾ മരിച്ചു. മറ്റൊന്ന്, നിപ്പ വ്യാപകമാകുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് അടിയന്തര യോഗം ആരോഗ്യമന്ത്രി വീണ ജോർജ് വിളിച്ചത്. കാലത്ത് 10 മണിക്കുള്ള യോഗത്തിൽ ആരോഗ്യ സെക്രട്ടറി, DME, DHS തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാം പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയുന്നത്. മറ്റൊന്ന്, ഈ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണം, കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അന്വേഷണ റിപ്പോർട്ട് എത്രയും വേഗം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ തുടർന്നുള്ള തുടർ നടപടിയുടെ ആലോചനയും ഉൾപ്പെടെ നടക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും നിപ്പ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ അതിൻ്റെ പ്രാധാന്യം, നിപ്പ വ്യാപകമാകുന്നത് തടയുക, അതിൻ്റെ മുൻകരുതൽ ഉൾപ്പെടെയുള്ള, കാരണം സംശയമുള്ള എല്ലാം കേരളത്തിലെ ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്വകാര്യ ആശുപത്രി പരിശോധിക്കാതെ വിട്ട സാമ്പിൾ മെഡിക്കൽ കോളേജിൽ നിന്നും സാമ്പിൾ എടുത്തപ്പോഴാണ് കോഴിക്കോട് നിപ്പയുണ്ട് എന്നുള്ളത് മനസ്സിലായിരിക്കുന്നത്. അതിൻ്റെ വിശദമായ പരിശോധനയ്ക്ക് പൂനെയിലേക്ക് അയച്ചിരിക്കുകയാണ്. ഏതായാലും കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രശ്നം ഉൾപ്പെടെയുള്ള അടിയന്തര സ്വഭാവമുള്ള എല്ലാ വിഷയങ്ങളും ഇന്നത്തെ ഉന്നത യോഗത്തിൽ ചർച്ചയാകും. 10 മണിക്കാണ്. കേൾക്കാൻ കഴിയുമോ? ഈ നിപ്പയുടെ അപ്ഡേറ്റ് എന്താണെന്ന് ചില പ്രേക്ഷകർ ചോദിക്കുന്നു. എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് നിപ്പയുടെ കാര്യത്തിൽ? SKN ഇപ്പോൾ 2 കേസുകളാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. ഒന്ന് പാലക്കാട് നിന്നുള്ള കേസാണ്. മറ്റൊന്ന് മലപ്പുറം ജില്ലയിലെ മങ്കടയിലുള്ള ഒരു 18-കാരി കോഴിക്കോട്ടെ ഒരു നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി വിഷം ഉള്ളിൽ ചെന്നുള്ളതാണ് എന്ന് മാത്രം സംശയിച്ച് അതിൻ്റെ ചികിത്സ നൽകുകയും ഒരു പരിശോധനയും നടത്താതെ ആ സ്വകാര്യ ആശുപത്രി മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ വിഷമായതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടത്തിന് പോകുന്നു. ആ പോസ്റ്റ്മോർട്ട ഘട്ടത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിന് തോന്നുകയാണ് ഇതിൽ നിപ്പ സാധ്യതയുണ്ട് എന്നുള്ള നിലയിൽ. അങ്ങനെ ട്രൂനെറ്റ് പരിശോധന നടത്തി അതിൽ നിപ്പ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് മിക്കവാറും അതിൻ്റെ റിപ്പോർട്ട് വന്നേക്കും. ഏതായാലും ഇപ്പോൾ 2 കേസുകൾ വളരെ പ്രകടമായി നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊന്ന്, ആരോഗ്യവകുപ്പിൻ്റെ കയ്യിൽ ചില സംശയങ്ങളുടെ കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ കാര്യത്തിൽ ഉൾപ്പെടെ ഇന്ന് വിശദമായ ചർച്ച ആരോഗ്യമന്ത്രി വിളിച്ച യോഗത്തിൽ നടക്കുമെന്നാണ് അറിയുന്നത്. ഏതായാലും കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ നിപ്പ ബാധിച്ച് ഒരു 18-കാരി മരിച്ചു. പരിശോധനയില്ലാതെ ആ സ്വകാര്യ ആശുപത്രി ആ ബോഡി വിട്ടുകൊടുക്കുന്നു. ആ ബോഡി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് പരിശോധിക്കുന്നു. അവർ സാമ്പിൾ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് നിപ്പ ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടത്. SKN. ഓക്കെ, താങ്ക് യു. ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്.